الو الو السلام عليكم. لو سمحت ذا مركز الشرطة البلد؟ احنا شرطة البلد. لو سمحت احصل نقيب عبد الله الله يحفظك. يعني انك تبغى تتكلم مع نقيب عبد الله؟ يا شيخ في واحد هندي اسمه جاويد في التوقيف عندكم منذ يومين. جاويد هندي من جماعتنا يا شيخ، وانا اسمي سعيد مترجم في المحكمة يا عمي. بغيت انك تسأل عن واحد اسمه جاويد هندي عندنا في التوقيف. خلنا نشوف ملفه. معاملته عندك صحيح يا شيخ؟ معاملته عندنا عشانك ايش تقرب له انت عمه؟ لا يا شيخ، انا اعرف عمه، هو مستعد يحضر اي مكان يا شيخ. اذا نخلي عمه يجينا ونتفاهم معه. بالله يا شيخ الرجال ذا طيب جدا وعائلته موجودة هنا ونبغى نطلع بالكفالة، وإيش الطريقة يا عمنا؟ خلاص يا أخي إذا نخلي عمه يجينا ونتفاهم معه ويوقع الأوراق المطلوبة ويأخذها ما إن شاء الله. شكرا يا شيخ، أزعجناك والله. مع السلامة، في أمان الله. ഒരു സാമ്പത്തിക ക്രൈസിസിന് പിടിയിലായ ജാവേദ് എന്ന് പറയുന്ന ഒരു സുഹൃത്തിന്റെ മോചനത്തിനായി സിറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ ചെയ്ത ഒരു ടെലിഫോൺ കോളാണ് നിങ്ങൾ കേട്ടത്. അദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടി ഈ നടത്തിയ ടെലിഫോൺ കോളിൽ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ, സിറ്റി പോലീസ് സ്റ്റേഷൻ മേധാവിയുമായ ഈ ടെലിഫോൺ കോള് അദ്ദേഹത്തിന്റെ സമ്മതപ്രകാരമാണ് ഞാനിത് പബ്ലിഷ് ചെയ്യുന്നത്. ഇതില് അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ സാധാരണക്കാരുടെ സംസാര ശൈലിയാണ്. സിറ്റി പോലീസ് സ്റ്റേഷൻ എന്ന് ഞാൻ പറഞ്ഞത് ഷുർത്തത്തുൽ ബലദ്, സാധാരണവർ പറയും ബലദ് എന്ന സിറ്റി എന്ന അർത്ഥത്തിനാണ് അവിടെ ഉപയോഗിക്കുക, ഷുർത്തത്തുൽ ബലദ്. അപ്പൊ ഞാൻ ചോദിച്ചു മർക്കസ് ഷുർത്തത്തുൽ ബലദ്, മർക്കസ് ഷുർത്തത്തുൽ ബലദ്, ഇത് സിറ്റി പോലീസ് സ്റ്റേഷനാണ്. മർക്കസ് സ്റ്റേഷൻ എന്നാണ് അർത്ഥം. മർക്കസ് ഷുർത്ത പോലീസ് സ്റ്റേഷൻ. അതെ, ഹന്ന മർക്കസ് ഷുർത്ത. അദ്ദേഹം ഹന്ന മർക്കസ് ഷുർത്ത, നഹ്നു മർക്കസ് ഷുർത്ത. അതെ, ഞങ്ങൾ തന്നെയാണ്, സിറ്റി പോലീസ് സ്റ്റേഷനാണ് ഇത് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, പിന്നീട് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അദ്ദേഹം ചോദിച്ചത് ഇഷ്തുഗ്രബു അന്ത, നീ അദ്ദേഹവുമായി എന്ത് ബന്ധമാണുള്ളത് എന്ന്. ഇതൊക്കെ അവരെപ്പോഴും ചോദിക്കുന്നതാണ്. അമ്മു അമ്മു അമ്മ എന്നാൽ സ്പോൺസർക്ക്, അതല്ല അർബാബിനോട് പറയുന്ന ഒരു ശൈലിയാണ് അമ്മു. ഇൻത കഫീലു ലഹുല്ലാനമോ അന കഫീൽ ആദ സദീഖിയാണ്, അത് അദ്ദേഹം എന്റെ കൂട്ടുകാരനാണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ അവസാനമായി അദ്ദേഹം പറഞ്ഞ ആ ഒരു പദം ഖല്ലി ഇജിയന അമ്മു, അദ്ദേഹത്തിന്റെ സ്പോൺസർ എന്റെ അടുക്കൽ വരട്ടെ, ഞങ്ങളുടെ അടുക്കൽ വരട്ടെ. അദ്ദേഹത്തെ കാര്യങ്ങൾ ധരിപ്പിച്ച ശേഷം ആവശ്യമായ പേപ്പറുകളിൽ അദ്ദേഹം സൈൻ ചെയ്താൽ അദ്ദേഹം അദ്ദേഹത്തെ കൊണ്ടുപോകട്ടെ എന്നാണ് പറഞ്ഞത്. ഇത്ര നിസ്സാരമായ, ഇത്ര സിമ്പിളായ ഒരു പദമാണ് ആ പദങ്ങളൊക്കെ. ആ ഒരു ശൈലിയിൽ ഇതിനെ പഠിക്കുക എന്നുള്ളതാണ് ഇത്തരം അറബികളുമായി ടെലിഫോൺ സംഭാഷണം നടത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. അപ്പൊ ഇവിടെ ഷുർത്തയുമായി പറഞ്ഞ സംഗതിയിൽ വളരെ ചുരുക്കം ചില ആളുകൾ പറയും വല്ലാന ഗാബിൽത്തു ഷുർത്ത ജാഇന്ദന ഷുർത്ത, ഞങ്ങളുടെ അടുത്തൊരു പോലീസുകാരൻ വന്നിരുന്നു, ഷുർത്താന പോലീസ്, ഷുർത്തി എന്നും പറയും. അപ്പൊ വന്നിരുന്നു എന്ന് പറയുമ്പം നമ്മുടെ സ്പോൺസറൊക്കെ ചോദിക്കും റുത്തുബ, ഏത് റാങ്കിലുള്ള പോലീസുകാരനാണ് വന്നത് എന്ന്. നമ്മുടെ നാട്ടിലും ലോകത്താകെ പോലീസുകാരുടെ റാങ്ക് ഫേമസ് ആണല്ലോ. അപ്പൊ അതില് ആ റാങ്ക് അതാ ഞാൻ ഇവിടെ ചോദിക്കുന്നത്. നഗീബ് അബ്ദല്ല, നഗീബ് എന്നാൽ 3 സ്റ്റാർ എന്നാണ്. 3 സ്റ്റാറുകാരനായ പോലീസിന് നഗീബ് എന്നാണ് പറയാം. ഇവിടെ ഞാൻ അതിന്റെ ഒരു റുത്തുബ എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം, അത് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടും. അത് അറബി നാട്ടിലൊക്കെ ഏകദേശം ഒരേപോലെയാണ്. ഇപ്പൊ സാധാരണ ഞാൻ പറഞ്ഞു ഷുർത്ത, ഷുർത്തി എന്ന് പറയും. അതിന്റെ തൊട്ടടുത്ത് ഉള്ളതാണ് മുലാസിം. മുലാസിം എന്നാൽ 1 സ്റ്റാർ. മുലാസിം അവൽ 2 സ്റ്റാർ, 2 സ്റ്റാറാണ്. ഓക്കെ, അടുത്തത് 3 സ്റ്റാറിനാണ് നഗീബ് എന്ന് പറയുക. നഗീബിന്റെ നേരെ മേലെ ഉള്ളത് റായിദാണ്, റായിദ്. അതിന്റെ മേലെ മുഖദ്ദം, അതായത് ഒരു പോലീസ് സ്റ്റേഷനിൽ റായിദ്, പിന്നെ മുഖദ്ദം, അതായത് SI റാങ്കിലുള്ള ആള്, പിന്നെ SP റാങ്കിലുള്ള ആള്. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ മേലെ പോയ അഖീദ്, അമീദ്. അതിന്റെയൊക്കെ അമീദ് എന്ന് പറഞ്ഞാൽ ചോപ്പ് വരെയുള്ള ആൾക്കാർ. അഖീദ്, അമീദ്,
ഇങ്ങനെയുള്ളതാണ്. പിന്നെ ലിവ എന്ന് പറയുന്ന ഉയർന്ന, പിന്നെ DGP എന്ന് പറയുന്ന ഉയർന്ന പോലീസ് മേധാവികളൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള പോലീസിന്റെ അല്ലെങ്കിൽ ഷുർത്തയുടെ ഒരു ശൈലിയാണ്. അപ്പൊ ഇവിടെ മുഖദ്ദമാണ് സാധാരണ ഒരു പോലീസ് സ്റ്റേഷനിൽ മുഖദ്ദം ഉണ്ടാവും. അപ്പൊ നമുക്ക് മുഖദ്ദം മൗജൂദ് എന്ന് ചോദിച്ചാൽ മതി. അപ്പൊ മുഖദ്ദം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്, അത് SP റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് മുഖദ്ദം എന്ന് പറയും. അദ്ദേഹത്തെ കാണും കിരീടമൊക്കെ വെച്ച് നിൽക്കുന്ന ആള്. ഓക്കെ, അതുപോലെ അങ്ങനെ തന്നെ ചോദിച്ചോളണമെന്നില്ല. നമ്മുടെയൊക്കെ ഇടയിൽ കൂടുതൽ പ്രസിദ്ധമായ ഒരു വാക്ക് മുദീർ ഷുർത്താണ്. അങ്ങനെ പറഞ്ഞാലും മതി. മുദീർ ഷുർത്ത, പോലീസ് മേധാവി എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അംനുൽ ആം എന്നിവർ പറയും. അംന് പൊതു സുരക്ഷാ വിഭാഗം, അതാണ് അവരുടെ മൊത്തത്തിലുള്ള പേര്, അംനുൽ ആം. ഓക്കെ, അതിൽ തന്നെ ട്രാഫിക് വിഭാഗത്തിന് മുറൂർ എന്നാണ് പറയാം. മുറൂർ ട്രാഫിക് വിഭാഗം. ഓക്കെ, ഇനി അതിന്റെ തന്നെ വ്യത്യസ്തമായ, ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ജുന്ദ്, അസ്കരി എന്നൊക്കെ ഒറ്റനോട്ടത്തിൽ പറഞ്ഞാൽ പട്ടാളക്കാരെയാണ്, മിലിറ്ററിയാണ് സാധാരണ അങ്ങനെ പറയാറുള്ളത്. ഓക്കെ, അപ്പൊ ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില പദങ്ങൾ കൂടി നമുക്കിവിടെ പഠിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു മർക്കസ് അഷൂർത്ത, പോലീസ് സ്റ്റേഷൻ എന്ന് പറയും. അവിടെ നിങ്ങൾ ചോദിക്കുകയാണ് മർക്കസ് ഷുർത്ത ഫേൻ ഷെഖ്, ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? അപ്പോ അതേപോലെ തന്നെ എയർപോർട്ടിൽ വെച്ച് ഈയിടെ ഒരാൾ എയർപോർട്ടിൽ നിന്ന് തന്റെ ബാഗ് ആരോ മോഷ്ടിച്ചു പോയി, അല്ലെ ബാഗ് നഷ്ടപ്പെട്ടു പോയി. ആ സമയത്ത് അദ്ദേഹം എയർപോർട്ട് പോലീസ് മേധാവി അന്വേഷിക്കുകയാണ്. മർക്കസ് ഷുർത്തത്തുൽ മത്താർ, എയർപോർട്ട് പോലീസ് സ്റ്റേഷൻ. മുദീർ ഷുർത്തത്തുൽ മത്താർ, എയർപോർട്ട് പോലീസ് മേധാവി എന്ന് പറയുന്ന മുദീർ, അല്ലെ മുഖദ്ദം എന്നൊക്കെ പറയാം. സാധാരണഗതിയിൽ അവിടേക്ക് മുദീർ എന്ന് പറയുന്ന ഒരു പതിവുണ്ട്, അത് ഉപയോഗിക്കുന്നതിന് തെറ്റല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നുകൊണ്ട് എനിക്കൊരു കംപ്ലൈന്റ് ഉണ്ട് എന്നെങ്ങനെ പറയാം? സാധാരണ എനിക്കൊരു പരാതി ഉണ്ട്. عندي شكوا, എന്നാണ് പരാതി. ബലാഗ് എന്ന കംപ്ലൈന്റ്, ഇതൊക്കെ നിങ്ങൾക്ക് വെക്കാബുലറി ധാരാളം പദങ്ങൾ പഠിക്കുവാനും ആവശ്യത്തിന് ഉപയോഗിക്കുവാനും വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ഓരോന്നായി പറഞ്ഞു തരുന്നത്. ബലാഗ് കംപ്ലൈന്റ്, ശക്വ പരാതി, عليهم مخالفة അദ്ദേഹത്തിന് നിയമവിരുദ്ധമായ നടപടി ചെയ്തിട്ടുണ്ട് എന്ന്, അതല്ലെങ്കിൽ ഫൈൻ ഉണ്ട്, ഇതിനൊക്കെ മുഖാലഫ എന്ന് പറയും. അപ്പൊ ഞാൻ നേരത്തെ നമ്മൾ ഈ ടെലിഫോൺ കോളിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തൊക്കും ഫി തൗഖീഫ് എന്ന്. പലർക്കും അതറിയില്ല തൗഖീഫ് എന്താണെന്ന്. തൗഖീഫ് എന്നാൽ താൽക്കാലികമായ ജയില്, നമ്മുടെ നാട്ടിലൊക്കെ ലോക്കപ്പ് എന്നൊക്കെ പറയും. പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകുന്ന താൽക്കാലിക ജയിലിന് തൗഖീഫ് എന്ന് പറയും. ഖലാസ് ഹുവ ഫി തൗഖീഫ്, ഹുവ ഫി തൗഖീഫ്, തൗഖീഫ് എന്നാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഖ എന്നതിനെ ഖ എന്ന് പറയാർ അവരുടെ പതിവാണ്. സിജിൻ എന്നാൽ ജയിൽ എന്നാണ്. സിജിൻ ആം, സെൻട്രൽ ജയിൽ എന്നൊക്കെ പറയും. അപ്പൊ ജയിലുമായി ബന്ധപ്പെട്ട, മഹ്കമ കോടതിയുമായി ബന്ധപ്പെട്ട കേസിന് ഖളിയ എന്ന് പറയും. കേസിന് ഖളിയ എന്ന് പറയും. മുആമല എന്ന് പറഞ്ഞ മലഫ്, ഫയല് എന്നൊക്കെ പറയും. ഇത്തരം സംഗതികളെ കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ ഞാൻ പിന്നീട് നിങ്ങൾക്ക് ചെയ്യുന്നതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഷുർത്ത എന്ന് പറയുന്ന മർക്കസ് ഷുർത്തയിലെ പോലീസ് സ്റ്റേഷനിൽ, അതല്ലെങ്കിൽ എയർപോർട്ട് പോലീസ് സ്റ്റേഷനിലെ മേധാവിയുമായി നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു ബാഗേജിന്റെ കാര്യം പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്ന, അതല്ലെങ്കിൽ ആ കംപ്ലൈന്റ് കൊടുക്കാൻ സാധിക്കുന്ന ചില പദങ്ങളെ ഞാൻ പറയുന്നു. അപ്പൊ ഒരാൾ പറയാണ്, والله എന്താണ് മുഷ്കിലതക്, എന്താ നിന്റെ പ്രശ്നം? ശക്വാ, എന്താണ് താങ്കളുടെ പരാതി? അദ്ദേഹം പറഞ്ഞു, കാൻ ഹഖീബത്തി, ഹഖീബത്തിന, ഹഖീബ എന്ന് പറഞ്ഞ പെട്ടി അല്ലെങ്കിൽ ഷന്ത, സാധാരണ ബാഗിന് ഹഖീബ എന്ന് പറയും. കാൻ ഹഖീബത്തിന والله ضاع منه فلوسي وجواز السفر والأوراق والوثائق كلها. നഷ്ടപ്പെട്ടു പോയി, അതാണ് എന്റെ കംപ്ലൈന്റ്. മിൻ ഹഖീബത്തി, എന്റെ ബാഗിൽ നിന്ന്, ഫുലൂസി എന്റെ ക്യാഷ്, വസായിഖ്, വസായിഖ് എന്ന് പറഞ്ഞാൽ എന്റെ അത്യാവശ്യ പേപ്പറുകൾ, വസായിഖ് എന്നൊക്കെ പറയും. അപ്പൊ ഇത് നഷ്ടപ്പെട്ടു പോയി. സജിൽ വാഹിദ് ബലാഗ്, ഒരു കംപ്ലൈന്റ് നീ എഴുതിക്കാം. ഷക്വ, കംപ്ലൈന്റ് എഴുതാൻ പറഞ്ഞ് ഇഖദ്ദിമുൽ ഷക്വ ആൻഡ് മുദീർ ഷർത്ത, മുദീർ ഷർത്തക്ക് നീ കംപ്ലൈന്റ് കൊടുക്കുകയാണ്. അപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് പറയാൻ എന്നൊക്കെയാണ് പറയാ. മറ്റൊന്ന് ഫുഖ്ദാൻ എന്ന് പറയും. വല്ലാഹി മഫ്കൂദ, ജവാസ് മഫ്കൂദ്, നഷ്ടപ്പെട്ടു പോയി.
നഷ്ടപ്പെട്ടു പോയി. ഓക്കെ, അപ്പൊ ഇത്തരം പുതിയ പല വേർഡുകളും പല പദങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കി നാം മുന്നോട്ട് പോകുമ്പോൾ ധാരാളം ഗുണങ്ങൾ നമ്മുടെ ഈ അറബികളുമായി സംസാരിക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ആ ടെലിഫോൺ കോളിലെ സംഭാഷണം നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുകയും അതുമായി ബന്ധപ്പെട്ട വല്ല സംശയങ്ങളും നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ താഴെയുള്ള കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇത്തരം പുതിയ അറിവുകളും വിവരങ്ങളും കൂടുതൽ അറിയുന്നതിന് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾക്ക് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഞങ്ങളോടൊപ്പം നിങ്ങൾ സപ്പോർട്ട് ആവണമെന്ന് വിനയത്തോടെ അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ മഅസ്സലാം.